മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുൻ മന്ത്രിയും INL സംസ്ഥാന പ്രസിഡന്റുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക്. വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടിയുമായും MK മുനീറുമായും ചർച്ച നടത്തിയെന്ന് നാഷണൽ ലീഗ് നേതാക്കൾ അറിയിച്ചു. ദേവർകോവിലിന്റെ ലീഗ് പ്രവേശന സാധ്യത തള്ളാതെ MK മുനീറും KM ഷാജിയും. സമസ്ത വിഷയത്തിൽ ഒരു ബാഹ്യ ഇടപെടലിനെതിരെ കടുത്ത വിമർശനവുമായി ദേവർകോവിൽ നേരത്തെ രംഗത്തെത്തിയിരുന്നതാണ്. മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ആത്മീയ നേതൃത്വം ഉള്ള ഒരു സംഘടനയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കും അതിൽ പ്രവർത്തിക്കാൻ കഴിയും. അത് മതപരമായ കാര്യങ്ങളിൽ വിധി പറയേണ്ട ഒരു ആധികാരിക സംഘടനയാണ് സമസ്ത. അവർ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെയൊക്കെ ഒരുപാട് പള്ളികൾ നിയന്ത്രണമൊക്കെ അവരുടെ കയ്യിലാണ്. അല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഏത് സമയവും ഞങ്ങളുടെ വാതിലുകൾ ഇത്തരം ആളുകൾക്ക് വേണ്ടി തുറന്നു വെക്കാറുണ്ട്. പലരും മുസ്ലിം ലീഗിൽ നിന്നും അകന്നു പോയവരൊക്കെ ഇതിൽ പിന്നീട് തിരിച്ചെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം ലീഗിൽ വരുന്നു എന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അല്ല, മുസ്ലിം ലീഗിൽ അഹമ്മദ് ദേവർകോവിൽ എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് ആളുകൾ മുസ്ലിം ലീഗിനകത്ത് നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകളില്ലെങ്കിൽ പോലും എത്ര പേരായിരുന്നാലും അവർ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. സൂര്യ സുജി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സൂര്യ, ഈ അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് എന്നുള്ളത് ഇപ്പോൾ നിലവിൽ ഈ KM ഷാജിയുടെയും MK മുനീറിൻ്റെയും വാക്കുകളിൽ നിന്ന് അവർ പറയുന്നത് ഒരു തുറന്ന മേഖല തന്നെയാണ്, ആർക്കും ഇതിലേക്ക് കടന്നു വരാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സാധ്യത മാത്രമാണോ എന്നാണ് നമുക്ക് എന്നാണോ കരുതേണ്ടത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, MK മുനീറും KM ഷാജിയുമല്ല? വീണ, INL സംസ്ഥാന പ്രസിഡന്റും മുൻ ഇടതുമന്ത്രിയുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരും എന്നുള്ളതിന് കൃത്യമായ സാധ്യതകളും സൂചനകളും തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളായ KM ഷാജിയും MK മുനീർ MLAയും പറഞ്ഞു വെക്കുന്നത്. ഇതിനെല്ലാം കാരണം അഹമ്മദ് ദേവർകോവിലിന്റെ ഒരു വിവാദ രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അഹമ്മദ് ദേവർകോവിൽ മണ്ണാർക്കാടെത്തി സമസ്ത മുൻ പ്രസിഡന്റിന്റെ ഖബറിടം സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് അദ്ദേഹം പറഞ്ഞത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് രമ്യമായി മുന്നോട്ട് പോകണം. ഇവർ തമ്മിൽ ഭിന്നത സൃഷ്ടിക്കാൻ ചില ചിദ്രശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. ഏതാണ് ആ ചിദ്രശക്തികൾ എന്ന് അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കിയിട്ടില്ല. തുടർന്നായിരുന്നു നാഷണൽ ലീഗിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നത്. കാരണം അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിന് പിന്തുണയായിട്ടുള്ള ഒരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് പാളയം ഉറപ്പിക്കാനാണ് അഹമ്മദ് ദേവർകോവിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. ഇതിനുശേഷമാണ് KM ഷാജിയും MK മുനീർ MLAയും പറഞ്ഞത് അഹമ്മദ് ദേവർകോവിൽ ലീഗ് വിട്ടു പോയ ആളാണ്, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ലീഗിലേക്ക് തിരിച്ചു വരാം, ലീഗ് അഹമ്മദ് ദേവർകോവിലിനെ തീർച്ചയായും സ്വാഗതം ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് MK മുനീറും KM ഷാജിയും പറഞ്ഞു വെക്കുന്നത്. ഉറപ്പായും സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ്. മുസ്ലിം ലീഗ് സമസ്തയെ ഹൈജാക്ക് ചെയ്യുന്നു, ഇതാണ് ഇടതുമുന്നണി എപ്പോഴും ഉന്നയിക്കുന്ന ആരോപണം. ഈ ഒരു സമയത്താണ് മുൻ ഇടതുമന്ത്രിയായ ഇടതുപക്ഷത്തിൽ സഞ്ചരിക്കുന്ന അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകും എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നത്. KM ഷാജിയും MK മുനീർ MLA ആയാലും ഈ ചർച്ചകൾ എന്തെങ്കിലും അഹമ്മദ് ദേവർകോവിൽ നടത്തി എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ വ്യക്തിപരമായി അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചർച്ചകൾ ഉറപ്പായും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി നമ്മളോട് പറയുന്നുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുമായി അഹമ്മദ് ദേവർകോവിൽ നിരവധി തവണ ലീഗ് പാളയത്തിലേക്ക് മാറുന്ന കാര്യം ചർച്ച നടത്തിയിട്ടുണ്ട്. KM ഷാജിയാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത്. അദ്ദേഹമാണ് അഹമ്മദ് ദേവർകോവിലിനെ മുസ്ലിം ലീഗിൽ എത്തിക്കാനുള്ള ഒത്താശകൾ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും പറഞ്ഞു വെക്കുന്നുണ്ട്. വീണ, സൂര്യ, ഈ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് എന്ന് പറയുമ്പോൾ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടിയുമായി ഒക്കെ ചർച്ച നടത്തി അതിനൊക്കെ ഒത്താശ നൽകിയത് MK മുനീറും ഒക്കെ ആണെന്ന് നമ്മൾ സൂര്യ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതിനൊരു വ്യക്തത ഇതുവരെ MK മുനീർ നൽകിയിട്ടില്ല എന്നാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്?
വീണ, അസംബ്ലി ഇലക്ഷന് മുന്നോടിയായി തന്നെ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിൽ എത്തും. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇതാണ് നാഷണൽ ലീഗിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുമാത്രമല്ല, നമ്മൾ KM ഷാജിയോടായാലും MK മുനീറിനോടായാലും നേരിട്ട് സംസാരിച്ചപ്പോൾ ചർച്ചകൾ നടത്തി എന്നുള്ളൊരു കാര്യം അവർ പറയാതെ പറയുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയുന്നില്ല. അവർ പറയുന്നുണ്ട് അഹമ്മദ് ദേവർകോവിലിനെ എപ്പോൾ വേണമെങ്കിലും മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരാം. അതിനുള്ള കൃത്യമായ അർത്ഥം അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു വരാം, അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതായത് ഉടൻ തന്നെ. കൃത്യമായി പറഞ്ഞാൽ അസംബ്ലി ഇലക്ഷന് മുൻപ് അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് തിരിച്ചെത്തും. അത് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രതീക്ഷിക്കുന്നത്. അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനുള്ളൊരു സാധ്യതയാണ്. കാരണം സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിനെ പിന്തുണച്ചുകൊണ്ട് അഹമ്മദ് ദേവർകോവിൽ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വീണ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സമസ്തയും ലീഗും തമ്മിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി അസംബ്ലി ഇലക്ഷനാണ്, അതിന് മുൻപ് തന്നെ എത്തും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് എന്താണ് സൂര്യ? അഹമ്മദ് ദേവർകോവിൽ പറയുന്നുണ്ട് താൻ ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം KM ഷാജിയോടായാലും MK മുനീറിനോടായാലും നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത് നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി നമ്മളോട് പറഞ്ഞ കാര്യമാണ്. PK കുഞ്ഞാലിക്കുട്ടിയുമായും MK മുനീറുമായും അഹമ്മദ് ദേവർകോവിൽ ലീഗ് പാളയത്തിലേക്ക് ചൂടുവെക്കുന്ന കാര്യം നിരവധി തവണ ചർച്ച നടന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അതിനുള്ള കൃത്യമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും അസംബ്ലി ഇലക്ഷന് മുന്നോടിയായി തന്നെ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് ചുവടുമാറ്റും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്നത്. വീണ, സൂര്യ, ഇത്തരത്തിലൊരു ചുവടുമാറ്റം വരുമ്പോൾ KM ഷാജിയുടെയും അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗ് MK മുനീറുമായുള്ള ചർച്ചയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു മാറ്റം വരുന്നത് എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ചർച്ചകൾ നടന്നതിൻ്റെ ഒരു സാധ്യതയോ അല്ലെങ്കിൽ ചർച്ചകൾ നടന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അവർ നമ്മൾ വ്യക്തമായി പറയുന്നുമില്ല. ഈ മറ്റ് ലീഗ് നേതാക്കൾ ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിലവിൽ പ്രതികരിച്ചിട്ടുണ്ടോ? കൃത്യമായി നമ്മളോട് MK മുനീറും KM ഷാജി മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ചർച്ച നടത്തിയിട്ടുണ്ടെന്നൊരു കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ അത് പറയേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് എന്നുള്ളൊരു കാര്യം KM ഷാജി പറയുന്നുണ്ട്. അതുമാത്രമല്ല, അഹമ്മദ് ദേവർകോവിൽ ലീഗിൽ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം. ഇതാണ് KM ഷാജി പറഞ്ഞ പ്രസ്താവന. അതിനർത്ഥം ഉറപ്പായും അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ചർച്ച നടത്തിയതായിട്ടുള്ള കൃത്യമായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹം അഹമ്മദ് ദേവർകോവിൽ PK കുഞ്ഞാലിക്കുട്ടിയുമായി നിരവധി തവണ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. വീണ, ഈ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടിയുമായും എല്ലാം ചർച്ച നടത്തി എന്ന് സൂര്യ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ എല്ലാം ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടോ കുഞ്ഞാലിക്കുട്ടി? നമ്മളോട് ഇപ്പോൾ കൃത്യമായി സംസാരിച്ചത് KM ഷാജിയും MK മുനീറുമാണ്. നമുക്ക് PK കുഞ്ഞാലിക്കുട്ടിയുടേതും PMA സലാമിൻ്റേത് അടക്കം പ്രതികരണങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ അഹമ്മദ് ദേവർകോവിലിനെ എപ്പോൾ വേണമെങ്കിലും ലീഗിലേക്ക് തിരിച്ചു വരാം, സ്വാഗതാർഹമാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കൃത്യമായ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളത്. വീണ, സൂര്യ, നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഒരു കാര്യമാണ് ഈ സമസ്ത വിഷയത്തിലൊക്കെ ബാഹ്യ ഇടപെടലിനെതിരെ കടുത്ത വിമർശനവുമായി ദേവർകോവിൽ നേരത്തെ രംഗത്തെത്തിയിരുന്നതാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണോ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇത്തരത്തിലൊരു അംഗത്വത്തിലേക്ക് എത്തിയിരിക്കുന്നത്? എപ്പോഴും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദ പ്രസ്താവനകൾ നടത്തുന്ന ആളാണ് അഹമ്മദ് ദേവർകോവിൽ. അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളായിരുന്നു. പിന്നീടാണ് INL-ലേക്ക് അദ്ദേഹം വന്നത്. 2 വർഷം മുൻപ് INL-ൽ വീണ്ടും ഒരു സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു. INL-ഉം നാഷണൽ ലീഗും വേർതിരിച്ചുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നാഷണൽ ലീഗ് അംഗങ്ങൾ അഹമ്മദ് ദേവർകോവിലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകും എന്നുള്ളൊരു കാര്യം 2 വർഷം മുൻപ് തന്നെ നാഷണൽ ലീഗ് പ്രവർത്തകർ ഉന്നയിച്ച ആരോപണങ്ങളാണ്. അത് ഇപ്പോൾ ഈ 2 വർഷത്തിനിപ്പുറം ശരിയാവുന്നു എന്നത് മാത്രമാണ്. ഈ അസംബ്ലി ഇലക്ഷന് മുന്നോടിയായി തന്നെ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകും. അതിനുള്ള ചർച്ചകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത്.
സൂര്യ, ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിലൊരു ചുവടുമാറ്റം എന്ന് പറയുന്നത് ഈ ദേവർകോവിലിന്റെ ഈ ഒരു നീക്കം അതൊരു തിരിച്ചടിയായി മാറാൻ സാധ്യതയില്ലേ നിലവിൽ? അതെ, കാരണം എപ്പോഴും ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് മുസ്ലിം ലീഗ് സമസ്തയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. സമസ്തയെ എപ്പോഴും ഇടതുപക്ഷത്തിന്റെ കൂടെ നിർത്തണമെന്ന് തന്നെയാണ് ഇടതുമുന്നണി നേതാക്കളുടെ ആവശ്യം. ആ ഒരു സമയത്താണ് മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ മുൻ ഇടതുമന്ത്രി കൂടിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിൽ പറയുന്നത്. ഇത് ഇടതുപക്ഷത്തിന് ഉറപ്പായും ക്ഷീണം നൽകുന്ന കാര്യം തന്നെയാണ്. വീണ, തീർച്ചയായിട്ടും എന്തായാലും വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഈ ഒരു സമയത്ത് മുൻമന്ത്രിയും INL സംസ്ഥാന പ്രസിഡന്റുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടിയുമായും MK മുനീറുമായും ഒക്കെ ചർച്ച നടത്തിയെന്ന് നാഷണൽ ലീഗ് നേതാക്കൾ അറിയിക്കുന്നുണ്ട്. ഈ ദേവർകോവിലിന്റെ ലീഗ് പ്രവേശന സാധ്യത തള്ളാതെയാണ് MK മുനീറും KM ഷാജിയും എല്ലാം നിലവിൽ പ്രതികരണം നൽകിയിരിക്കുന്നത്. സമസ്ത വിഷയത്തിലൊക്കെ ബാഹ്യ ഇടപെടലിനെതിരെ കടുത്ത വിമർശനവുമായി ദേവർകോവിൽ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് സൂര്യ സുജി.